കപ്പലിൽ ജോലി ചെയ്യുന്ന യുവാവിനെ കുറിച്ച് 6 ദിവസമായി വിവരമില്ലെന്ന് കുടുംബം. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ 25 വയസ്സുകാരൻ വിഷ്ണു ബാബുവിനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച കാണാതായത്. വിഷ്ണു കടലിൽ വീണെന്ന സംശയത്തിൽ തെരച്ചിൽ നടത്തുകയാണെന്ന് കപ്പൽ കമ്പനി അധികൃതർ അറിയിച്ചതായി പിതാവ് ബാബു കരുണാകരൻ പറയുന്നു. ചെന്നൈ ആസ്ഥാനമായ മറൈൻ ഷിപ്പിംഗ് കമ്പനിയുടെ ചരക്ക് കപ്പലിൽ ജീവനക്കാരനാണ് 25-കാരനായ വിഷ്ണു ബാബു. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് പതിവ് പോലെ അച്ഛനെയും അമ്മയെയും വിളിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. പക്ഷെ പിന്നീട് വിവരമൊന്നുമില്ല. കാണാതായ വിവരം അറിയിച്ചത് കപ്പൽ കമ്പനിയാണ്. ഒരു സംശയം പറയുകയാണ്, മല്ലാക്ക എന്ന് പറയുന്ന കടൽ ഭാഗത്ത് എങ്ങനെയോ വെള്ളത്തിൽ വീണു എന്നാണ് ഉള്ള നിലയിലാണ് സൂചന. അവൻ എന്നെ വിളിച്ച് അമ്മയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം പിന്നൊരു അറിവ് നമുക്കില്ല. കഴിഞ്ഞ മെയ് 25-നാണ് കപ്പലിൽ ജോലിക്ക് കയറിയത്. ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോകുകയായിരുന്നു കപ്പൽ. വിഷ്ണു കടലിൽ വീണെന്ന നിഗമനത്തിലാണ് കപ്പൽ കമ്പനി. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെയും ഈ മലേഷ്യയുടെയും മിഡിലൂടെയാണ് ഈ കപ്പൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 രാജ്യങ്ങളുടെ അതിർത്തിയുടെ പ്രശ്നം വരുന്നതുകൊണ്ട് 2 രാജ്യങ്ങളും വേണ്ട രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടില്ല. കപ്പലിന്റെ ഡെക്കിൽ വിഷ്ണുവിന്റേതെന്ന് കരുതുന്ന ചെരുപ്പുകൾ കണ്ടെത്തിയതോടെയാണ് കടലിൽ വീണെന്ന നിഗമനത്തിൽ തെരച്ചിൽ ആരംഭിച്ചത്. മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. 24 ആലപ്പുഴ.